ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ലോലിപോപ്പ്. അപ്പം നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വെജ് ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള ഒരു മീഡിയം സൈസ് സവോള മതിയിട്ട് അത് പൊടിയായിട്ട് അരിഞ്ഞ് നമുക്കില്ലെങ്കിൽ ചേർക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഇഞ്ചി ഒരു ചെറിയ ഇഷ്ടം മതി, പിന്നെ വെളുത്തുള്ളി ഒരു 3 അല്ലി മതിയാവും. അതും നന്നായിട്ട് പേസ്റ്റാക്കി നമുക്കില്ലെങ്കിൽ ചേർക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ഇതിലോട്ട് ചേർക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് മല്ലിയിലയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം, പൊടിയായിട്ട് അരിഞ്ഞ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ഗ്രീൻ പീസ് വേവിച്ചാണ്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ ക്രംസ് ആണ്. അത് ഒരു 1/4 കപ്പോളം വേണ്ടി വരും, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ഇത് സ്പൂൺ വെച്ച് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് നമ്മുടെ കയ്യിൽ കുഴച്ചാൽ കിട്ടുന്ന പാകത്തിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് ബോളായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബോളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടിയാൽ നമ്മുടെ കറക്റ്റ് മാവിൻ്റെ അളവ് ശരിയായി. ഇനിയിപ്പോൾ നമുക്ക് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കഴിഞ്ഞാൽ ഇത്തിരി ടൈറ്റ് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം മൈദ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്. അതും ഒരു 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഇനി ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ്. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഇനി നമുക്ക് ഈ ഓരോ ബോളും ഈ മൈദമാവിൽ മുക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ബ്രെഡിൻ്റെ ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ അതിലോട്ട് ഇടാം. എന്നിട്ട് അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ. ഇങ്ങനെ എല്ലാ ബോളും ഇങ്ങനെ തന്നെ മൈദ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്ക് പതിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ കളറൊക്കെ മാറിയിട്ട് നമുക്ക് ഇതിന് ഓരോന്നായിട്ട് കോരിയെടുക്കാം. അപ്പം നമ്മുടെ വെജ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് കഴിക്കാനായിട്ട്. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അവർക്ക് കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോഴേക്കും കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.